ഗുഡ് മോർണിംഗ്. രതീഷ് പരപ്പനങ്ങാടി. ഞാൻ എന്താ പെട്ടെന്ന് ഇന്ന് രാവിലെ തന്നെ ഈ വീഡിയോയുമായിട്ട് വന്നേ. ഞാൻ കൊടപ്പാളിയിൽ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ അടുത്ത മഴയ്ക്ക് കൊടപ്പാളിൽ വൻ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നും കൂടി ജനങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് പെയ്ത മഴ. ഇന്നും ഇന്നലെ ആയിട്ട് പെയ്ത മഴ. ഇനി നാളെ ഉണ്ട്, റെഡാണ് മലപ്പുറത്ത് എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ ജസ്റ്റ് പെയ്ത മഴയ്ക്ക് തന്നെ ഒരുപാട് വെള്ളം നിൽക്കുന്നുണ്ട്. നമ്മൾ അതിനൊരു ശാശ്വത പരിഹാരം കണ്ടേ പറ്റുള്ളൂ. അത് എങ്ങനെങ്കിലും നമ്മളെ പഞ്ചായത്തിലായാലും എവിടെയായാലും അത് അറിയിക്കണം. കാരണം അടുത്ത മഴയിൽ ഉറപ്പാണ് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ സാധനം കൊടപ്പാളി ഭാഗത്ത് കൺഫേം ആയിട്ടുണ്ടാവും. ഒരു മാറ്റമില്ല. കാരണം നമ്മളെ കൊടപ്പാളി ശാരിക്കൽ അമ്പലത്തിന്റെ മുന്നിൽ കൂടെ വരുന്ന റോഡ്, അതിന്റെ ഈ ഭാഗത്തേക്കാണ് എല്ലാ വെള്ളക്കെട്ടും കൂടി വന്നു ചേരുന്നത്. അതായത് നമ്മളെ ചാരാക്കുളം എന്ന് പറയും, കോവിലകം ഭാഗത്തുനിന്നും അതേപോലെ ചെറ്റിപ്പടി ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങോട്ടാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഏതൊക്കെ ഭാഗത്തുനിന്നാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നമ്മളെ ചെറ്റിപ്പടി ഭാഗത്തുനിന്ന്, അതായത് ചെറ്റിപ്പടി ഹരിപുരം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വെള്ളം, കൊൽപ്പായി കുന്നുംപുറം അതുപോലെ തന്നെ കോവിലകം ഭാഗത്തു നിന്നുള്ള എല്ലാ വെള്ളം കൂടി നമ്മളെ കൊടപ്പാളി അണ്ടർ ബ്രിഡ്ജിന്റെ അടിയിൽ വന്നിട്ടാണ് വന്ന് ചേരുന്നത്. അവിടെ ആണെങ്കിൽ റോഡ് വൻ ഹൈറ്റിൽ പൊന്തിയത് കാരണം ഡ്രെയിനേജിന്റെ വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ അവിടുന്ന് വെള്ളം അങ്ങോട്ട് തിക്കും. അപ്പൊ അവിടെ ഡ്രെയിനേജിന് നമ്മളൊരു പരിഹാരം ഉണ്ടാക്കണം. അതിന് ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് വെള്ളം നിൽക്കണ ജസ്റ്റ് ഇന്നും പെയ്ത മഴന്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എങ്ങനായാലും ഇത് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എല്ലാവരും ബുദ്ധിമുട്ടിലാവും. ഓക്കെ, അപ്പോൾ കൊടപ്പാളി നിവാസികൾ ഒന്ന് ശ്രദ്ധിക്കുക. രാജേന്ദ്രേട്ടന്റെ വീടാണ്, തൊട്ട മുന്നത്തെ വീടാണ്. അവിടെ പോരാ ജസ്റ്റ് ഇപ്പൊ തന്നെ വെള്ളത്തിന്റെ അവസ്ഥ ഉണ്ടോ? ബാക്ക് ഭാഗത്തേക്കൊക്കെ വെള്ളം നിൽക്കുന്നത്, ഈ ഡ്രെയിനേജിലൂടെ ഒഴിഞ്ഞു പോകണില്ല വെള്ളം. ഇതാണ് ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒരു വീടിനെ കാണിച്ചു തരാം. ഒരുപാട് കാൽനടക്കാർ ഇതിലാണ് പോണത്, നടന്നു പോണ ആളുകൾ. അപ്പൊ ഇതിൽ വരുന്നൊരു വലിയൊരു അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കണ്ടോ, വെള്ളം കണ്ടോ, ഒറ്റ മഴയ്ക്ക് നിന്ന വെള്ളമാണ്. ഇവിടെ ബ്ലോക്കായി, അണ്ടർ ബ്രിഡ്ജാണ്. ഏകദേശം ഒറ്റ മഴയ്ക്കാണ് ഏകദേശം മുട്ടിന്റെ ഹൈറ്റിൽ വെള്ളമായിട്ടുണ്ട്. അപ്പൊ ആളുകൾ സ്വാഭാവികമായിട്ട് അന്ന് ഞാൻ പറഞ്ഞ ഈ റെയിലിന്റെ മുകളിലൂടെയാണ് കയറി പോവുക. ഈ റെയിലിന്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് കയറുമ്പോൾ ട്രെയിന്, അറിയാത്തവരാണെന്ന് ട്രെയിൻ ഏത് ട്രാക്കിലാണ് വരുന്നതെന്ന് പെട്ടെന്ന് അറിയില്ല. വലിയൊരു അപകടമാണ് ഇത് ഉണ്ടാകാൻ പോണത്. ഇതുണ്ടോ, സ്ത്രീകൾക്കൊന്നും പോകാനേ കഴിയില്ല. വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം നമ്മൾ ഉടനടി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം നടക്കും. കാരണം അവിടേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, റോഡാണ് അവിടെ കാണുന്നത്, നല്ല ഹൈറ്റിൽ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ആ റോഡിന്റെ കൂടെ ഈ അധികാരികൾ എന്തായാലും ഡ്രെയിനേജിന് ഒരു പരിഹാരം ഉടനടി കണ്ടിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം. ഒരു മഴയ്ക്കാണ് ഇത്ര വെള്ളം നിൽക്കുന്നത്. 4 ഭാഗത്തു നിന്നാണ് വെള്ളം വരുന്നത് ഇങ്ങോട്ടേക്ക്. അത് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം. ഇത് ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ വീഡിയോ ഇടുന്നത്. ഈ സൈഡിലൂടെയുള്ള മൊത്തം വെള്ളം വരും, അതേപോലെ ഈ സൈഡിലൂടെയുള്ള മൊത്തം വെള്ളം ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഒരുപാട് കാണിക്കാനുണ്ട്, ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ കാണിക്കണ്ടേ. ഈ സൈഡിലൂടെയുള്ള മൊത്തം വെള്ളം ഇങ്ങോട്ടാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഇറങ്ങിയപ്പോ തന്നെ എന്റെ മുട്ടിന്റെ അടുത്താണ് വെള്ളം നിൽക്കുന്നത്. കണ്ടോ, അത്രയും വെള്ളമുണ്ട്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക? ഒരുപാട് പ്രാവശ്യം ഈ റെയില് കയറി ഇറങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് വഴുക്കാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ആണ്. ഇതുണ്ടോ, ഇതിലൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആള് കയറി കഴിഞ്ഞാൽ വഴുക്കും. ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല അങ്ങോട്ട് പോവാൻ. മനസ്സിലായോ? ഇതല്ലാതൊരു മാർഗ്ഗമില്ല. നമ്മളിപ്പോ ഇതില് ജസ്റ്റ് കയറി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇത്ര ഹൈറ്റിൽ പുല്ല് നിൽക്കാണ്. ഈ സൈഡിൽ കൂടെയാണ് നമുക്ക് ട്രെയിൻ വരിക. ഫസ്റ്റ് കാണൂല. അപ്പോൾ ഓൾറെഡി ഇലക്ട്രിക് ആയതുകൊണ്ട് ശബ്ദം വളരെ കുറവാണ്, ശ്രദ്ധിക്കൂല. മഴയും കൂടെ ആണെന്നുണ്ടെങ്കിൽ കയറുമ്പോൾ വലിയൊരു അപകടമാണ്. മെയിൻ റോഡാണ് അവിടെ കാണുന്നത്. ഇതിനൊരു പരിഹാരം ഇല്ലെങ്കിൽ നമ്മൾ വലിയൊരു അപകടങ്ങളും ഉണ്ടാവും, ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പഞ്ചായത്ത് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു നടപടി ചെയ്തു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെ നാടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. വലിയൊരു ബുദ്ധിമുട്ട്. ആളുകളെ കണ്ടോ, റെയിലിനാണ് നടന്നു പോകുന്നത്. ഇത് വലിയൊരു ഇറക്കാണ്. അണ്ടർ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ ഒരിക്കലും ആർക്കും പോകാൻ കഴിയില്ല. ഇതിനെന്തായാലും ഉടനടി ഒരു പരിഹാരം കാണണം. അടുത്ത ജൂൺ ജൂലൈ ആകുമ്പോഴേക്ക്
ഇതിലൊക്കെ ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്കും അതേപോലെ ട്യൂഷൻ സെന്ററിലേക്കും ഒക്കെ ഇതിലാണ് നടന്നു പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്.